السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആരുടെ കണ്ണുകളിലാണ് മറ വീണ് കിടക്കുന്നത്? ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ സഹായം ദർശിക്കുവാൻ സാധിക്കുകയില്ല, അടയാളങ്ങളും കാണാൻ കഴിയുകയില്ല. പ്രവാചകന്മാരെ നിരാകരിക്കുന്നവരുടെ രീതി എപ്പോഴും ഇങ്ങനെയായിരിക്കും. അടയാളങ്ങൾ കാണുമ്പോഴും അവർ പറയും, ഞങ്ങളെ അടയാളം കാണിക്കുക എന്ന്. ഇവർ പരിധി ലംഘിക്കുന്ന കാരണത്താൽ അള്ളാഹു ഇവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കുന്നതാണ്. പിന്നീട് സത്യത്തെ അവർക്ക് കരസ്ഥമാവുകയുമില്ല. മറ്റു ചില അവസരങ്ങളിൽ നബിയെ പിന്തുണച്ചുകൊണ്ട് അള്ളാഹു അവരെ തന്നെ ഒരു അടയാളമാക്കി മാറ്റുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ എതിരാളികൾ ഇപ്രകാരമുള്ളവരായിരുന്നു. അവർ അടയാളങ്ങൾ കണ്ടിട്ടും തങ്ങളുടെ പിടിവാശി മൂലം ഒരു അടയാളവും അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മുഖം തിരിച്ചിരുന്നു. പിന്നീട് കുഫറിൽ അതികടക്കുന്നവരെ ഗുണപാഠമെന്ന നിലയിൽ അടയാളമാക്കുകയും ചെയ്തു. ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാം തന്റെ അടയാളം തനിക്ക് പിന്തുണ എന്ന നിലയിൽ അള്ളാഹു ഇന്ന ഒരുപാട് അടയാളങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടയാളങ്ങൾ വിവരിച്ചു. അതായത് അവിടുന്ന് ഇന്ന അടയാളങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന പ്രവചനങ്ങൾ പറഞ്ഞിരുന്നു, അതെല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്നാൽ ഈ മതനേതാക്കന്മാർ സ്വയം അത് വിശ്വസിച്ചതുമില്ല, ജനങ്ങളെ വഴിതെറ്റുകയും ചെയ്തു. ഇന്നുവരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടയാളങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം സമുദായത്തിന്റെ സത്യതയ്ക്കായി ചില അവസരങ്ങളിൽ വിവിധ തെളിവുകൾ വിവരിച്ചിട്ടുണ്ട്. ഏതെല്ലാം അടയാളങ്ങളാണ് അവിടുന്ന് വിവരിച്ചത് അതിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഇതിനെ ദൃഷ്ടാന്തമായി കണക്കാക്കിയിരുന്നു. അവിടുന്ന് ചില കാര്യങ്ങൾ പരാമർശിച്ചു. അതിൽ ഖുസൂഫ് ഉണ്ട്, അതായത് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ. അവിടുന്ന് പറയുന്നു, ഏതുവരെ ഈ അടയാളം പൂർത്തിയായിരുന്നില്ലയോ മൗലവിമാർ
കരഞ്ഞുകൊണ്ട് ഈ ഹദീസ് പാരായണം ചെയ്തിരുന്നു. हदीस को पढ़ा करते थे। എന്നാൽ ഈ അടയാളം പുലർന്നപ്പോൾ और ना एक दफा അത് ഒരു തവണയല്ല മറിച്ച് 2 തവണ പൂർത്തിയായി ഈ രാജ്യത്ത്, അതായത് ഹിന്ദുസ്ഥാനിൽ, രണ്ടാമത് അമേരിക്കയിൽ. दूसरी मर्तबा अमेरिका में ഈ അടയാളങ്ങൾ यही लोग ചോദിച്ചുകൊണ്ടിരുന്ന ഈ സമൂഹം थे പിന്നീട് अपनी തങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു. അടയാളത്തെ ഇവർക്ക് നിരാകരിക്കാൻ സാധിച്ചില്ല, കാരണം അത് വെളിപ്പെട്ടിരുന്നു. എന്നാൽ लेकिन പിടിവാശിയും डिटाई ദുർഷാഠ്യവും അവരുടെ മുന്നിൽ വന്നു. അവിടുന്ന് പറയുന്നു, इस्लाम फरमाते हैं എന്റെ ഒരു സുഹൃത്ത് വിവരിച്ചു, बयान किया എന്റെ ഈ അടയാളം പൂർത്തിയായപ്പോൾ ഒരു മൗലവി, तो एक मौलवी ഗുലാം മുർത്തള എന്നാണ് പേര്, ने അയാൾ ചന്ദ്രഗ്രഹണ സമയത്ത് തന്റെ തുടയിലടിച്ചുകൊണ്ട്, അതായത് വലിയ സങ്കടവും ദുഃഖവും പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, कहा ഇനി ലോകം വഴിപിഴച്ചു പോകും. അവിടുന്ന് പറയുന്നു, आप अलैहिस्सलाम फरमाते ഒന്ന് ചിന്തിച്ചു നോക്കുക, हैं ख्याल करो അയാൾ അള്ളാഹുവിനേക്കാൾ ഉപരിയായി ലോകത്തിന്റെ നന്മ ആഗ്രഹിച്ചിരുന്നു. ഇതുപോലെ इसी तरह ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് में ताउन का निशान भी है, പ്ലേഗ് എന്ന അടയാളമുണ്ടായി, नहरें निकाले जाने का निशान നദികൾ പുറപ്പെടുമെന്ന അടയാളം ഉണ്ടായി. വിശുദ്ധ ഖുർആന്റെ പ്രവചനമാണ്. അതിൽ പുതിയ വാസസ്ഥാനം തുടങ്ങുന്ന അടയാളം ഉൾപ്പെടുന്നു. പർവ്വതങ്ങൾ തുറക്കുന്ന അടയാളം ഉൾപ്പെടുന്നു. പത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരണം സംബന്ധിച്ചുള്ള അടയാളവും ഉൾപ്പെടുന്നു. बहुत से निशान हैं। പുതിയ യാത്രാ മാധ്യമങ്ങളെ സംബന്ധിച്ചും പറയുന്നു. ചുരുക്കത്തിൽ ഒരുപാട് അടയാളങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് വിവരിച്ചു. എന്നാൽ ഈ കാര്യങ്ങൾ सल्लल्लाहु अलैहि वसल्लम ने ഖുർആനിലുമുണ്ട്. അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും നൽകിയുണ്ടായി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, फरमाते हुए ജനങ്ങൾ അടയാളങ്ങളെയും ദൃഷ്ടാന്തങ്ങളും തിരിച്ചറിയുന്നതിന് പകരമായി ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കുന്നു. വളരെ നിസ്സാരമായ ആക്ഷേപങ്ങൾ, പരിഹാസപരമായ ആക്ഷേപങ്ങളാണവ. मज़े का खेल एतराज़ അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം वसीम मऊद ने അടയാളങ്ങളുടെ മേൽ അടയാളം കാണിച്ചു. ചിലർ വന്നു, बाज लोग आए, എന്നിട്ട് പറഞ്ഞു, उन्होंने आकर कहा ഇദ്ദേഹത്തിന്റെ തലപ്പാവ് ചരിഞ്ഞിരിക്കുന്നു, टेढ़ी है, ഇദ്ദേഹം എങ്ങനെ മസിയാകും? वसीम मऊद किस तरह हो सकते हैं? ഇത്തരത്തിലാണ് ആക്ഷേപം. किस्म के एतराज़ അവിടുന്ന് ദൃഷ്ടാന്തത്തിനു മേൽ ദൃഷ്ടാന്തം കാണിച്ചു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, അവിടുന്ന് दिखाया, ദൃഷ്ടാന്തത്തിനു മേൽ ദൃഷ്ടാന്തം കാണിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, कहा ये तो काफ ഇദ്ദേഹം കാഫ് ശരിയായി ഉച്ചരിക്കുന്നില്ല, പിന്നെ അദ്ദേഹം എവിടെ നിന്ന് മസിയാകാനാണ്? आपने आयत पर आयत दिखाई, मगर ऐसे लोग आए അദ്ദേഹം जिन्होंने कहा അവിടുന്ന് തെളിവുകളുടെ മേൽ തെളിവുകൾ നൽകി. എന്നാൽ ചിലർ ഒന്ന് ഇപ്രകാരം പറഞ്ഞു, ഇദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടി ആഭരണമുണ്ടാക്കി, ഇത് അന്യരാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് ആക്ഷേപങ്ങൾ. कि खुदा പിന്നീട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ണകറ്റരുത്. फरमाया कि कई लोग ഒരുപാട് ആളുകൾ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അരികിൽ വന്ന് പറഞ്ഞു, आकर कहते അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, तो आप फरमाया എന്തെങ്കിലും അടയാളം കാണിക്കുക. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മുമ്പുള്ള അടയാളങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾ എടുത്തിരുന്നോ? എന്നിട്ടാണോ വീണ്ടും ചോദിക്കുന്നത്? आज से ആദ്യത്തെ ആയിരക്കണക്കിന് അടയാളങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു പ്രയോജനവും നേടിയില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവയിൽ നിന്ന് എന്ത് നേടാനാണ് സാധിക്കുക? हमेशा അത്തരം ആളുകൾ എപ്പോഴും നഷ്ടപ്പെട്ടവരായിരിക്കും, നഷ്ടത്തിലായിരിക്കുക തന്നെ ചെയ്യും. അതാണ് അവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മഹനീയമായ ദൃഷ്ടാന്തം ഓരോ ദിവസവും പുലർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, इस्लाम फरमाते हैं ബറാഹിൻ അഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു എന്നെ अल्लाह ताला ഒരു ദുആ പഠിപ്പിക്കുന്നു. एक दुआ सिखाता है, ഇൽഹാമിന്റെ രൂപത്തിൽ പറയുന്നു, इल्हाम फरमाता है റബ്ബി ലാ തസർനി ഫർദം വ അന്ത ഖൈറുൽ വാരിസീൻ. അതായത് എന്നെ ഏകനായിക്കൊണ്ട് ഉപേക്ഷിക്കരുത്, ഒരു ജമാഅത്താക്കിയാലും. जमात बना അവിടുന്ന് സ്വയമാണ് ഇത് തർജ്ജമ ചെയ്യുന്നത്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, फरमाते हैं कि दूसरी जगह फरमाया യാതീക മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. कुल्ले फज्जिन अमीक, എല്ലാ ഭാഗത്തു നിന്നും उससे तेरे लिए അതിഥികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും വസ്തുക്കളും अल्लाहु സ്വയം लिए जरूरी है നിനക്കായി ഒരുക്കുന്നതാണ്. क्या करेगा എല്ലാ മാർഗത്തിലൂടെയും से അവർ നിന്റെ അടുത്ത് വരുന്നതാണ്. एक राह से तेरे पास आएंगे, वो हर एक राह से तेरे पास आएंगे। പിന്നീട് പറയുന്നു, और फिर फरमाया യാതൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. कुल्ले फज्जिन अमीक,
എല്ലാ और മാർഗത്തിലൂടെയും എല്ലാ ഭാഗത്തു നിന്നും അതിഥികൾ നിന്റെ അടുത്ത് വരുന്നതാണ്. അവിടുന്ന് പറയുന്നു, आपने फरमाया 26 വർഷത്തിന് മുമ്പുള്ള പ്രവചനമാണ്. कोई है ഈ ഉദ്ധരണി വിവരിക്കുമ്പോൾ जिक्र किया അവിടുന്ന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്, ഇതുവരെ വളരെ പ്രൗഢിയോടുകൂടി പുലർന്നുകൊണ്ടിരിക്കുന്നു. ഇത് और ये ജമാഅത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള പ്രവചനമാണ്. നാം കാണുന്നു पेशगोई ഇന്ന് വരെ വളരെ ഉന്നതമായ നിലയിൽ അത് പുലർന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ജമാഅത്ത് की जमात का അനുദിനം പുരോഗതി നേടുക എന്നതും ധനത്യാഗത്തിൽ ആളുകൾ മുന്നേറുന്നു എന്നതും അദ്ദേഹത്തിന്റെ दलील है, പ്രൗഢഗംഭീരമായ അടയാളവും ദൃഷ്ടാന്തവുമാണ്. എന്നാൽ ആരുടെ കണ്ണുകൾക്കാണ് രോഗം ബാധിച്ചത് അവർക്കിത് കാണാൻ സാധിക്കുകയില്ല. അന്ധന്മാർക്കിത് കാണാൻ സാധിക്കുകയില്ല. ഹസ്രത്ത് മുസ്ലിം മൗദ് റിയത്തലൻഹു ഹസ്രത്ത് മസീം അലൈഹി ഇസ്ലാമിന്റെ ചില അടയാളങ്ങളുടെ വെളിച്ചത്തിൽ वाले से അഹമ്മദിയ ജമാഅത്തിന്റെ വിജയമാർഗങ്ങളെയും ജമാഅത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചും വിവരിച്ചതിൽ നിന്ന് ചിലത് ഞാൻ സമർപ്പിക്കാം. पेश करता हूँ. ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം ഉദ്ധരണികളാണ്. അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീം അലൈഹി ഇസ്ലാമിനോടും इस्लाम को भी അള്ളാഹു अल्लाह ताला പല തവണകളായി പറഞ്ഞിരിക്കുന്നു, മുമ്പുള്ള दिया को भी നബിമാരുടെ ജമാഅത്തിന് ചെയ്യേണ്ടി വന്ന ത്യാഗങ്ങളെ പോലെ തന്നെ അഹമ്മദിയ ജമാഅത്തിനും ത്യാഗങ്ങൾ വരിക്കേണ്ടതായി വരും. കാരണം അദ്ദേഹം ഒരിക്കൽ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീം അലൈഹി സ്വലാം ഒരു സ്വപ്നത്തിൽ കണ്ടു, एक रोया में देखा कि मैं निजाम അദ്ദേഹം നിസാമുദ്ദീന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നു. നിസാമുദ്ദീൻ എന്നതിന്റെ അർത്ഥം ദീനിന്റെ സംവിധാനം എന്നാണ്. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ്: അവസാനം അഹമ്മദിയ ജമാഅത്ത് ഒരു ദിവസം ദീനിന്റെ സംവിധാനമായി മാറുന്നതാണ്. ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളുടെ മേൽ അത് ആധിപത്യം സ്ഥാപിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്നാൽ ഈ വിജയം എങ്ങനെയാണ് സംഭവിക്കുക? किस तरह होगा ഇതിനെ സംബന്ധിച്ച് അവിടുന്ന് സ്വപ്നത്തിൽ തന്നെ പറയുന്നു, आते हैं ഈ ഭവനത്തിൽ നാം इस घर കുറച്ച് ഹസന്റെ രീതിയിലും इसी तरीके से पर दाखिल കുറച്ച് ഹുസൈന്റെ രീതിയിലും പ്രവേശിക്കുന്നതാണ്. दाखिल होंगे. ഇത് എല്ലാവർക്കും അറിയാം. लोग जानते हैं ഹസ്രത്ത് ഹസൻ कि हजरत हसन ने റളിയല്ലാഹു അൻഹു अल्लाह ताला വിജയം നേടിയെടുത്തത് अभी हासिल की അത് രഞ്ജിപ്പിലൂടെയായിരുന്നു. सुलह से की ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു വിജയം നേടിയെടുത്തത് जो कामयाबी हासिल അത് ഷഹാദത്തിലൂടെയായിരുന്നു. शहादत से हासिल की. അതിനാൽ ഹസ്രത്ത് മസീം അലൈഹി ഇസ്ലാമിനോട് പറയപ്പെട്ടു, हमको बताया गया നിസാമുദ്ദീന്റെ സ്ഥാനത്ത് दीन के मुकाम पर ജമാഅത്ത് എത്തിച്ചേരുന്നതാണ്. എന്നാൽ കുറച്ച് രഞ്ജിപ്പും സ്നേഹവും प्यार से മമതയും और कुछ കുറച്ച് ഷഹാദത്തും ത്യാഗവും വരിക്കുന്നതിലൂടെയുമായിരിക്കും. हम में से कोई शख्स നമ്മിലെ ഏതെങ്കിലും വ്യക്തി വിചാരിക്കുകയാണ് സമാധാനവും രഞ്ജിപ്പും സ്നേഹവും കൂടാതെ ഈ ജമാഅത്ത് പുരോഗതി പ്രാപിക്കും എന്നാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്യുകയാണ്. അതുപോലെ മറ്റൊരു വ്യക്തി വിചാരിക്കുകയാണ് ത്യാഗവും ഷഹാദത്തും കൂടാതെ ഈ ജമാഅത്ത് പുരോഗതി പ്രാപിക്കും എന്നാണെങ്കിൽ അയാളും തെറ്റ് ചെയ്യുകയാണ്. करता है. നമുക്ക് ചിലപ്പോൾ हमें कभी സമാധാനത്തിലേക്കും രഞ്ജിപ്പിലേക്കും പോകേണ്ടതായി വരും. മറ്റു ചിലപ്പോൾ ഹുസൈന്റെ രീതി അവലംബിക്കേണ്ടതായി വരും. ഇതിന്റെ വിവക്ഷ ഇതാണ്: നമുക്ക് हमने दुश्मन ശത്രുക്കളുടെ മുന്നിൽ മരിച്ചു വീഴേണ്ടതായി വരും. എന്നിരുന്നാലും അവരുടെ വാക്കുകൾ നാം അംഗീകരിക്കരുത്. मुकद्दर हैं. ना खाली मसीहियत वाला सलूक हमारे लिए मुकद्दर है, ना खाली महदवियत वाला सलूक हमारे ഈ लिए രണ്ട് മാർഗങ്ങളും നമുക്കായി എഴുതപ്പെട്ടിരിക്കുന്നു. रास्ता है. കേവലം മസീഹിയത്തിന്റെ രീതിയോ കേവലം മഹദിയത്തിന്റെ രീതിയോ അല്ല നമുക്കായി വിധിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് അതിന്റെ മധ്യത്തിലൂടെ ഒരു മാർഗമുണ്ട്. അതിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടി വരിക. ഒരു വിജയം രഞ്ജിപ്പിലൂടെയും സ്നേഹത്തിലൂടെയും ഉണ്ടാവുന്നതാണ്. മറ്റൊരു വിജയം दाखिल होगी. ത്യാഗത്തിലൂടെയാണ് ലഭിക്കുക. അതിനുശേഷമാണ് ജമാഅത്ത് നിസാമുദ്ദീന്റെ ഭവനത്തിൽ പ്രവേശിക്കുക. नमूना അതിന് വിജയവും ലഭിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളുടെയും മാതൃക ഇന്ന് നാം अफराद जमा കാണുന്നു. ജമാഅത്തംഗങ്ങൾ അത് പ്രദർശിപ്പിക്കുന്നു. सुलह സമാധാനത്തിന്റെയും രഞ്ജിപ്പിന്റെയും हमारी तरफ से സ്നേഹത്തിന്റെയും സന്ദേശം നമ്മിൽ നിന്നാണ് ഉണ്ടാവുന്നത്. कुर्बानियां भी. ദീനിന് വേണ്ടിയുള്ള ത്യാഗങ്ങളും ജമാഅത്താണ് നൽകുന്നത്. പിന്നീട് फिर आपने അദ്ദേഹം ഒരിടത്ത് പറയുന്നു, ഹസ്രത്ത് മസീം അലൈഹി ഇസ്ലാമിന് ഇൽഹാമുണ്ടായി, ദർശനം നൽകി. और दिखाया गया ഇത് മുമ്പ് പറഞ്ഞ ഇൽഹാമിന്റെ കുറച്ചു കൂടിയുള്ള വിശദീകരണമാണ്. ये जो मस्जिद മസ്ജിദ് മുബാറക്കിന്റെ അരികിലുള്ള വീട് അത് इसमें हम മിർസ നിസാമുദ്ദീന്റെ ഭവനമാണ്. അതിൽ നാം കുറച്ച് ഹസന്റെ രീതിയിൽ പ്രവേശിക്കുന്നതാണ്, കുറച്ച് ഹുസൈന്റെ രീതിയിൽ പ്രവേശിക്കുന്നതാണ്.
ഒരുപാട് പേർ ഇൽഹാമിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ വളരെ അത്ഭുതപ്പെട്ടു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, ഞാൻ സ്വയം ഹസ്രത്ത് സാഹിബിന് ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിൽ നിന്ന് കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഇൽഹാമിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്ന് എനിക്കറിയില്ല, എന്നാൽ സമയം വരുമ്പോൾ അതിന്റെ അർത്ഥം വെളിപ്പെടുന്നതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, ഹസ്രത്ത് മസീമദ് അലൈഹി സ്വലാം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പറയുന്നു, അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു, ലോകത്തിലെ ഇതര സമൂഹങ്ങളെ ഇപ്പോൾ ലോകത്തിൽ നിന്ന് മൺപറഞ്ഞു പോയ സമൂഹങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ആ വിധം നിന്റെ ജമാഅത്തിന് ഉയർച്ച നൽകുന്നതാണ്. നാം അനുദിനം അള്ളാഹുവിന്റെ സഹായത്തിന്റെയും പുതിയ പുതിയ ദൃശ്യങ്ങൾ കാണുന്നു. ഇൻഷാ അല്ലാ ഈ ദൃശ്യവും കാണുന്ന ആ ദിവസം തീർച്ചയായും ഉണ്ടാവുന്നതാണ്. മറ്റ് ആളുകളും സമൂഹങ്ങളും നിസാരമായ സ്ഥാനം കരസ്ഥമാക്കുന്ന തരത്തിൽ ജമാഅത്ത് അഹമ്മദിയ പുരോഗതി നേടുന്നതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളിലും സന്താനങ്ങളുടെ ഉള്ളിലും ദീനിന്റെ ആത്മാവ് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ അല്ലാഹു താല ഈ കാഴ്ച നമ്മെ കാണിക്കുന്നതാണ്. എവിടെയാണ് പിന്തുണ ഉള്ളത് അവിടെ എതിർപ്പും ഉണ്ടാവുന്നതാണ്. പ്രവാചകന്മാരുടെ ജമാഅത്ത് എല്ലായ്പ്പോഴും ഇത്തരത്തിലാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഈ എതിർപ്പ് ഭയപ്പാടുണ്ടാക്കിയില്ല, മറിച്ച് വിശ്വാസത്തെ ദൃഢീകരിക്കുകയാണ് ചെയ്യുക. വിശ്വാസത്തിൽ ഉയർച്ച ഉണ്ടാവുന്നതിന് ഇത് കാരണമായി തീരുന്നു. കുറച്ചു ദിവസമായി റബോയിലെ തഹ്രീക്ക് ജദീദിന്റെ ഓഫീസുകളിലും സിയാഉൽ ഇസ്ലാം പ്രസ്സിലും ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒരു സുപ്രധാന വകുപ്പ് കൗണ്ടർ ടെററിസ്റ്റ് പോലീസ് എന്നാണ് പറയപ്പെടുന്നത്. അത് തീവ്രവാദികളോട് പോരാടുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവർ റെയ്ഡ് നടത്തുകയുണ്ടായി. 2 മുറബിമാരെയും കുറച്ച് ഉദ്യോഗസ്ഥരെയും അവർ പിടിച്ചുകൊണ്ടുപോയി. ഇതിൽ റബോയിലെ കുറച്ച് ആളുകൾ എനിക്ക് കത്ത് അയക്കുകയുണ്ടായി. അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങൾ കണ്ട് ഭയപ്പെടുന്നവരല്ല, മറിച്ച് ഈ സംഭവങ്ങൾ കണ്ട് ഞങ്ങളുടെ ഈമാൻ ദൃഢമായി തീർന്നിരിക്കുന്നു. മുമ്പും ഉറച്ചതാണ്, ഇനിയും ഉറച്ചതായിരിക്കും. ഞങ്ങൾ എല്ലാവിധ പ്രയാസങ്ങളോടും പോരാടുന്നതാണ്, ത്യാഗങ്ങൾ നൽകുന്നതാണ്. വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട റൂഹ് ഇത്തരത്തിലായിരിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ വാഗ്ദാനം അളവറ്റ പിന്തുണകളുടെ ദൃശ്യവും നമ്മൾ കാണുന്നു. തീർച്ചയായും അവസാന വിജയം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ജമാഅത്തിനാണ് ലഭിക്കുക. എതിർപ്പുകൾ ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ അക്രമം അല്ലെങ്കിൽ റെയ്ഡ് നടത്തിയ നിസ്സഹായ ആളുകൾക്ക് അക്രമം എന്ന് പറയാൻ സാധിക്കില്ല, റെയ്ഡ് എന്നാണ് പറയേണ്ടത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഭയം അഥവാ ടെറർ അത് അഹമ്മദികളുടെ മേലാണ്. കാരണം അഹമ്മദികൾ അള്ളാഹുവിനോട് ഉള്ള ഭയം ഹൃദയത്തിൽ ഉണ്ടാക്കാൻ അവരോട് പറയുന്നു. അള്ളാഹുവിനെ കൊണ്ട് അവരെ അഹമ്മദികൾ ഭയപ്പെടുത്തുന്നു. പറയുന്നു, അള്ളാഹുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക, ഭയപ്പെടുക. എന്നാൽ ഈ ആളുകളുടെ വീക്ഷണത്തിൽ അഹമ്മദികൾക്ക് എങ്ങനെ ഇത്തരത്തിൽ പറയാൻ കഴിയുമെന്നാണ്. ഇവർ ഞങ്ങളെ അള്ളാഹുവിനെ കൊണ്ട് ഭയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ കൊണ്ട് ഭയപ്പെടുത്തുക എന്നതിലും വലിയ തീവ്രവാദം മറ്റെന്താണ്? അതിനാൽ ഇവരെ പിടികൂടി ഇവരെ നശിപ്പിക്കുക. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ, യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാക്കട്ടെ, രാജ്യത്തെ യഥാർത്ഥ തീവ്രവാദികളായ മൗലവിമാരിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അവർ രാജ്യത്ത് കലാപം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ജീവനും ഇവരിൽ നിന്ന് സുരക്ഷിതമല്ല.
തീവ്രവാദം നശിപ്പിക്കുന്നതിനായി ഉണ്ടാക്കി ഈ പ്രത്യേക സേന പോലീസിന്റെ അവർക്കും इनको भी इतनी जरूरत दे ധൈര്യം നൽകുമാറാകട്ടെ. के बजाय പൂർണ്ണ സമാധാനവും अमन और രാജ്യത്തെ സ്നേഹിക്കുന്നവരും मोहब्बत करने वाले രാജ്യ നിയമങ്ങളെ പരിപൂർണമായി അനുസരിക്കുന്നവരുമായ അഹമ്മദികളുടെ മേൽ ഇവർ പിടിമുറക്കുന്നതിന് പകരം को पकड़े പൊതുജനത്തിന്റെ ജീവൻ പോലും സുരക്ഷിതമായിരിക്കാത്തവരുടെയും രാജ്യത്തിന്റെ അവസ്ഥയെ जड़ें രാജ്യത്തിന്റെ അടിവേഴിനെ താറുമാറാക്കാൻ തുനിഞ്ഞിരിക്കുന്നവരുടെയും കരങ്ങളെ പിടിക്കുന്നവരാകട്ടെ. ഇവർ രണ്ട് കൈയും കൊണ്ട് രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്. അഹമ്മദികളും ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു करनी चाहिए कि अल्लाह ताला പാകിസ്ഥാനെ സുരക്ഷിതമാക്കി വെക്കട്ടെ. रखे ഈ അക്രമികളുടെ നടപടിയിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഇനി ത്യാഗങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് അഹമ്മദികൾ നൽകുന്നതാണ്, നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ്. दुनिया को अल्लाह ताला इंशाअल्लाह ताला जल्द फल लगाएगा. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ ത്യാഗങ്ങൾക്ക് ഉടൻ തന്നെ പ്രതിഫലം നൽകുന്നതാണ്. അതുപോലെ അൾജീരിയയിലും ഭരണകൂടത്തിൽ നിന്ന് അഹമ്മദികളുടെ മേൽ വലിയ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. അള്ളാഹു അവരെയും സുരക്ഷിതമാക്കി വെക്കട്ടെ. അവർക്ക് വിശ്വാസ ദൃഢീകരണം നൽകുമാറാകട്ടെ. അവിടുത്തെ ഭരണകൂടത്തിന് ബുദ്ധി നൽകിക്കൊണ്ട് അഹമ്മദിയത്തിന്റെ യാഥാർത്ഥ്യം പൂർണ്ണ സമാധാനവും कानून के पाबंद हैं, നിയമം അനുസരിക്കുന്നവരുമാണ് എന്ന വസ്തുത അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. ये फसाद पैदा करना चाहते हैं. हालांकि दुनिया में किसी भी കാരണം അവർ ഭരണകൂടത്തിന് എതിരായി ഗൂഢാലോചന നടത്തുന്നു അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആരോപണമാണ് ഇവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ലോകത്ത് ഏതു ഭാഗത്താണെങ്കിലും ഒരു അഹമ്മദി പോലും രാജ്യത്തെ നിയമത്തിനെതിരായി ഒരിക്കലും പോരാടുകയില്ല. ഭരണകൂടത്തിന് എതിരിലും പോരാടുന്നവരല്ല, മറിച്ച് നമ്മൾ സമാധാനവും സ്നേഹവും പ്രചരിപ്പിക്കുന്നവരാണ്. അതിനുവേണ്ടി ഇനി ത്യാഗങ്ങൾ നൽകേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് നൽകുന്നതാണ്. ഞാൻ മുസ്ലിം മൗദർ അള്ളാഹുനുവിന്റെ ഉദ്ധരണിയിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം പറയുന്നു, ലോകത്ത് ഏറ്റവും വലിയ ഭയാനകമായ എതിർപ്പ് പരിചയക്കാരിൽ നിന്നാണ് ഉണ്ടാവുക. പഞ്ചാബിയിൽ ഇത് പ്രസിദ്ധമാണ്. कि शराकत ഷറക്കത്ത് ദാന സർദുക്ക് ദേവ ദാന. കഠിനമായ എതിർപ്പ് बड़ी मुखालफत ബന്ധുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നുമായിരിക്കും ഉണ്ടാവുക. കാരണം ഒരിക്കലും തന്നെ कि वो बर्दाश्त അവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് नहीं खड़ा होकर एक शख्स ഉയർച്ചയും അംഗീകാരം ലോകത്ത് നേടുക എന്നത് അവർ ഇഷ്ടപ്പെടുകയില്ല. मुकाबले में അവർ ഭൂമിയുടെ ഓരോ इनके लिए लड़ते തുണ്ടത്തിനു വേണ്ടി പരസ്പരം പോരാടുമ്പോൾ कब गवारा कर सकते അവർ എങ്ങനെയാണ് सारी दुनिया എല്ലാ ലോകവും ഒരാൾക്ക് സ്വന്തമാക്കുന്നത് കാണുമ്പോൾ സഹിക്കുക? അതുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ മുഴുവൻ ശക്തിയും പ്രയോഗിക്കുന്നു. അവസാനം സഹികെട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ किसी न किसी तरह दिल का बुखार निकाल നിസ്സഹായരായി തങ്ങളുടെ ഹൃദയാവസ്ഥ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഷാപൂരിലെ നേതാക്കന്മാരിൽ ഒരു നേതാവിന് ഖാൻ ബഹദൂർ എന്ന പദവി ലഭിച്ചപ്പോൾ, मिला അതായത് ഒരു നേതാവിന് ഖാൻ ബഹദൂർ എന്ന സ്ഥാനം ലഭിച്ചു. बहुत गरीब थी. अपने लड़के का नाम അതേ കുടുംബത്തിലെ ഒരു സ്ത്രീ വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു. തന്റെ മകന്റെ പേരും क्या किया? ये नाम रखने की वजह क्या है? ഖാൻ ബഹാദൂർ എന്ന് വെച്ചു. कहने लगी कि मालूम नहीं നീ मेरा എന്താണ് ചെയ്തത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ लोग जब ഈ പേര് വെക്കാൻ കാരണം തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, എന്റെ മകൻ വളർന്ന് എന്തായി തീരും എന്നറിയില്ല. എന്നാൽ ആളുകൾ പേര് പറയുമ്പോൾ ഷെയ്ഖിന്റെ പേര് പറയുന്ന പോലെ എന്റെ മകന്റെ പേരും പറയുന്നതാണ്. ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പേരെങ്കിലും അവർ വെക്കുന്നു. അദ്ദേഹം പറയുന്നു, चुनाचे आप फरमाते हैं कि हज़रत मसीह मौद अलैहिस्सलाम ने ഹസ്രത്ത് മസീം അലൈഹിസ്സലാം വാദം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും ഇമാം എന്ന വാദം ഉന്നയിച്ചു. होने का दावा किया. പ്രാരംഭ കാലഘട്ടത്തിലെ സംഭവമാണ്. ആ ബന്ധു പറഞ്ഞു, അദ്ദേഹം വാദം ഉന്നയിച്ചു, ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞാനും വാദം ഉന്നയിക്കും. दावा करो. ഹസ്രത്ത് മുസ്ലിം മൗദ് हज़रत मुस्लिम मौद പാർസിയിലെ ഒരു ഉദാഹരണം നൽകുന്നു. की मिसाल देते हैं. ഫിക്രെ ഹർക്കസ് ബേഖദരെ ഹിമ്മത്തെ വുസ്ത്. എല്ലാവരുടെയും ചിന്തയും വിചാരവും അവരുടെ सोच उसकी हिम्मत ധൈര്യത്തിന്റെയും അനുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അദ്ദേഹം പറയുന്നു, ഹസ്രത്ത് മസീം അലൈഹിസ്സലാം मसीह मौद अलैहिस्सलाम ने ഈ വാദമാണ് ഉന്നയിച്ചത്, ये दावा किया ഞാൻ എല്ലാ ലോകത്തേക്കുമായി ഹക്കമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ ആളുകൾ മാത്രമല്ല, വലിയ വലിയ രാജാക്കന്മാരുടെ മേലെ നിർബന്ധമാണ് എന്നെ അനുഗമിക്കുക എന്നത്. दबा करें. എന്നാൽ ഇതിലെ മറുവശം लेकिन इसकी दूसरे जो उनके शरीक മുമ്പ് പറഞ്ഞ പേര് വെക്കുന്ന കാര്യത്തിലായിരുന്നു. ആ ബന്ധു एक रिश्तेदार थे
उन्होंने दावा किया തൂപ്പുകാരുടെ ഇമാം എന്ന വാദമാണ് ഉന്നയിച്ചത്. മറുവശത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം किया तो यहाँ तक लिख दिया ഇന്ത്യയിലെ ചക്രവർത്തി എന്നെ അംഗീകരിക്കേണ്ടതാണ് എന്ന രീതിയിൽ വരെ चनाचे എഴുതി. അങ്ങനെ അന്നത്തെ അധികാരിയായിരുന്ന രാജ്ഞിക്ക് അത് എഴുതി അയച്ചു. ഇതിനെതിരായി में തൂപ്പുകാരുടെ നേതാവാണ് എന്ന് വാദിക്കുന്ന ആളുടെ ധൈര്യം ഏതുവരെ എന്ന് നോക്കിയാൽ का ये हाल ഒരു कि यहाँ आकर ഒരു മേലാധികാരി सरदार ने उससे पूछा അയാളോട് നീ വല്ല വാദവും ഉന്നയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു വാദവും ഉന്നയിച്ചില്ല എന്ന കള്ള റിപ്പോർട്ടാണ് നൽകിയത്. रिपोर्ट कर दी होगी അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, मुखालफत होती है फरमाते हैं रिश्तेदार और വലിയ എതിർപ്പ് പരിചയക്കാരിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതിൽ പ്രധാനമായും ബന്ധുക്കളിൽ നിന്നും. അവർ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് അനുവദനീയവും അനുവദനീയമല്ലാത്തതുമായ മാർഗത്തിലൂടെ നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. इसका जिक्र करने ഇക്കാര്യം വിവരിച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നു, दिनों ऐसे रिश्तेदार हैं നമ്മുടെ जो अहमदियत ഡസക്കണക്കിന് ബന്ധുക്കൾ അഹമ്മദിയത്ത് കാരണം से नहीं വിട്ടുപിരിഞ്ഞു പോവുകയുണ്ടായി. मिलना उनसे नहीं मिलना ഞങ്ങൾ അവരെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ कि वो नहीं ഞങ്ങളുമായി സഹകരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. हमें अपने खानदान ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് ചീത്തവിളി ലഭിച്ചുകൊണ്ടിരുന്നു. फरमाते हैं അതിർത്ത് മുസ്ലിമാത് പറയുന്നു, ഞങ്ങളുടെ ജ്യേഷ്ഠ പിതാവിന്റെ ഭാര്യ അഥവാ തായി वो हमको बुरा भला പിന്നീട് അഹമ്മദിയത്ത് സ്വീകരിച്ചു. അവർ ഞങ്ങളെ ചീത്ത പറഞ്ഞിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്റെ പ്രായം 6-7 ആയിരുന്നു. साल की होगी ഞാൻ പടവുകൾ കയറുകയായിരുന്നു. ആ സമയത്ത് അവർ എന്നെ നോക്കിക്കൊണ്ട് പല പ്രാവശ്യം പ്രകാരം പറഞ്ഞു, किया कि ജിയോ ജിയോ കാക്ക. को ഈ പഞ്ചാബി तीन दफा दोहराया എനിക്ക് മനഃപ്പാടമാകുന്ന തരത്തിൽ मैंने അവർ പല പ്രാവശ്യം बताई ആവർത്തിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് ഇക്കാര്യം പറയുകയും ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. പറയപ്പെട്ടു, പിതാവ് എപ്രകാരം മോശമാണ് അതുപോലെ മകനും മോശക്കാരനാണ്. അദ്ദേഹം പറയുന്നു, കാദിയാനിൽ कादियान में ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ബൈക്കാട്ട് ചെയ്തു. ആളുകളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത് തടഞ്ഞു, വേലക്കാരെ തടഞ്ഞു, गया തൂപ്പുകാരെ വൃത്തിയാക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ആദ്യ ഭാര്യ, भावज ബന്ധുക്കൾ, और दीगर अजीज रिश्तेदार ഏതുവരെ हत्ता कि आपके मामूजाद भाई അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകൻ അലി ഷേർ तरह तरह की ഇവർ വിവിധ പ്രയാസങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. പറയുന്നു, ഗുജറാത്തിൽ ഞങ്ങളുടെ സ്നേഹിതരായ कुछ दोस्त 7 സഹോദരന്മാർ കാദിയാനിൽ വന്നു. कादियान में आए और बाग की तरफ മസീമദ് അലി ഇസ്ലാമിനോട് ബന്ധമുള്ളതിനാൽ അവർ തോട്ടത്തിലേക്ക് പോയി. അതായത് ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ ഒരു തോട്ടം കാണാൻ അവർ പോയി. അദ്ദേഹം പറയുന്നു, വഴിമധ്യേ ഞങ്ങളുടെ ഒരു ബന്ധു रिश्तेदार ചെടികൾ നടുകയായിരുന്നു. लगवा रहे थे അയാൾ ഇവരോട് എവിടെ നിന്ന് വരുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഗുജറാത്തിൽ നിന്ന് വന്ന ഈ അതിഥികൾ പറഞ്ഞു, ഗുജറാത്തിൽ നിന്ന് कि गुजरात से ഹസ്രത്ത് മിർസ സാഹിബിനെ കാണാൻ വേണ്ടി വന്നതാണ്. അയാൾ പറഞ്ഞു, उन्होंने कहा ഞാൻ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകനാണ്. मुंह का लड़का हूँ എനിക്ക് അദ്ദേഹം എങ്ങനെയാണ് എന്ന് നല്ലതുവണ്ണം അറിയാം. ये ऐसे हैं और वैसे हैं അതിലൊരാൾ इनमें से एक ഇവരിൽ നിന്ന് അല്പം മുന്നിലായിരുന്നു. था പുറകോട്ട് വന്ന് ഇയാളെ പിടികൂടി. लिया और अपने भाइयों को മറ്റ് സഹോദരങ്ങളോട് ഓടി വരാൻ വിളിച്ചു പറഞ്ഞു. इस पर वो അതിൽ ഇയാൾ ഭയന്നു. ആ അഹമ്മദി പറഞ്ഞു, सामदी ने कहा ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, കാരണം നീ മസീമദ് അലി ഇസ്ലാമിന്റെ ബന്ധുവാണ്. इस्लाम के रिश्तेदार ഞാൻ എന്റെ मैं अपने भाइयों को तुम्हारे സഹോദരങ്ങൾക്ക് നിന്റെ രൂപം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. क्योंकि हमने सुना ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് ഷെയ്ത്താനെ കാണാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് അത് ദൃശ്യയോഗ്യമായിരിക്കുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് പറയപ്പെട്ടിരിക്കുന്നു, कि तेरे ഈ കുടുംബത്തിൽ നിന്ന് നീ ഒഴികെ മറ്റെല്ലാവരും മുറിച്ചു മാറ്റപ്പെടുന്നതാണ്. എതിർപ്പുണ്ടായി, എല്ലാ പരിശ്രമവും നടന്നു. എന്നാൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിച്ചു. പറയപ്പെട്ടു, തലമുറ ഇനി നിന്നിൽ നിന്നാണ് ഉണ്ടാവുക, മറ്റ് എല്ലാവരെയും മുറിച്ചു മാറ്റുന്നതാണ്. ऐसे ही हुआ പിന്നീട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. खानदान में से ഇപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് അഹമ്മദികളായവർ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റ് എല്ലാവരുടെയും പരമ്പര അവസാനിച്ചു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വാദം ഉന്നയിച്ച കാലത്ത് ഈ കുടുംബത്തിൽ 70-നടുത്ത് പുരുഷന്മാരുണ്ടായിരുന്നു. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ശാരീരിക ആത്മീയ സന്താനങ്ങൾ ഒഴികെ ये रूहानी औलाद हैं ഈ 70 പേരിൽ നിന്ന് ഒരാളുടെ സന്താനവും नहीं है ഇന്നില്ല. हालांकि उन्होंने എന്നാൽ അവർ हजरत साहब ഹസ്രത്ത് സാഹിബിന്റെ പേര് മായ്ച്ചു കളയുന്നതിന് വേണ്ടി का कोशिशें की പരിശ്രമിച്ചു. और अपनी तरफ से വിവിധ പരിശ്രമങ്ങൾ നടത്തി. തങ്ങളുടെ ഭാഗത്ത് നിന്ന് മുഴുവൻ ശക്തിയും പ്രയോഗിച്ചു. ഫലം എന്താണ് ഉണ്ടായത്? അവർ സ്വയം ഇല്ലാതായി എന്ന് തന്നെ. मुनक़ते हो गई അവരുടെ പരമ്പര അവസാനിക്കുകയും ചെയ്തു. ഇത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യതയ്ക്കുള്ള പ്രൗഢഗംഭീരമായ ഒരു അടയാളമാണ്. അതിനുശേഷം फिर തായി സാഹിബയുടെ ബയ്യത്തിന്റെ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, हुए आप फरमाते हैं ചില പ്രവചനങ്ങളും അടയാളങ്ങളും वहियां और
പ്രത്യക്ഷത്തിൽ വളരെ ചെറുതായിരിക്കും. जाहिर गो छोटे होते എന്നാൽ അതിന്റെ അവസ്ഥയിൽ ശ്രദ്ധ ചെലുത്തുന്നവർക്ക് वालों के लिए വിശ്വാസത്തിൽ വർധനവുണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നതായി മനസ്സിലാവുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു ഇൽഹാമുണ്ട്. नाम है ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, फरमाते हैं जिसका എനിക്ക് അതിനെ സംബന്ധിച്ച് ഇന്നലെയാണ് അറിവ് ഉണ്ടായത്. वो फर्द और വ്യക്തിപരമായ അടിസ്ഥാനത്തിലാണ്. അതിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. उसको यहाँ है ചില സ്നേഹിതന്മാർ പറഞ്ഞു അവർക്ക് कि उनको पहले ही मालूम था ഇത് സംബന്ധിച്ച് മുമ്പേ തന്നെ അറിവുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇന്നലെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. साहिबा की ഇന്നലെ തായി സാഹിബ് शेख याकूब വഫാത്തായ സമയത്ത് ഷെയ്ഖ് मसीह യാക്കൂബ് അലി സാഹിബ് പറഞ്ഞു, ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വളരെ പഴയ ഒരു ഇൽഹാമുണ്ട്. തായി വന്നു. ഈ തായി മുസ്ലിം മൗദിന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായിരുന്നു. तो फरमाया ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മൂത്ത സഹോദരന്റെ ഭാര്യയായിരുന്നു. പറയുന്നു, अहमदी बता ഒരു പഴയ ഇൽഹാമാണ്. തായി വന്നു. नहीं आते थे അതിനെക്കുറിച്ച് പഴയ അഹമ്മദികൾ പറയുന്നത് ആ സമയത്ത് ഇതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. लेकिन ചിലർ ചിലത് പറയും, മറ്റു ചിലർ പറയും. എന്നാൽ ഈ വാചകത്തിന്റെ നേരിട്ടുള്ള അർത്ഥം ഇതായിരുന്നു: ഏതെങ്കിലും ഒരു സ്ത്രീ അവരുമായുള്ള ബന്ധം തായിയായി എന്നിരിക്കെ അവർ വരിക. आने के दो मफहूम വരുന്നതിന് രണ്ട് വിവക്ഷയാണുള്ളത്: സമീപത്ത് വരിക അല്ലെങ്കിൽ ജമാഅത്തിൽ പ്രവേശിക്കുക. വെറുതെ വരിക എന്നത് ഒരു പ്രവചനമാവുകയില്ല. क्योंकि रिश्ते കാരണം करते हैं ബന്ധുക്കൾ എപ്പോഴും വന്നു പോകുന്നവരാണ്. നമ്മുടെ ഇവിടെയുള്ള പലരും ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ തായി എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. അങ്ങനെ അവരുടെ പേര് തായി എന്നായി തീർന്നു. ताई था ഗ്രന്ഥങ്ങൾ വായിച്ചവർക്കറിയാം, पढ़ने वाले जानते മുഹമ്മദി ബേഗം कि मोहम्मद ത്തെ സംബന്ധിച്ചുള്ള പ്രവചനത്തിൽ ഇവർ ശക്തമായ എതിർപ്പ് കാണിച്ചിരുന്നു. അതായത് ഈ തായി വളരെയധികം എതിർപ്പ് കാണിച്ചിരുന്നു. കാരണം ഇവർ കുടുംബത്തിലെ മൂത്തയാളായിരുന്നു. പ്രവചനവും ഇവരുടെ സഹോദരിയുടെ മകളെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് इसलिए ഒരു കുടുംബനാഥ എന്ന നിലയിൽ ഈ ബന്ധത്തിൽ തടസ്സം ഉണ്ടാക്കുക എന്നത് में रोक डालना കുടുംബത്തിന്റെ യശസ്സിന് കാരണമായി मुतरादिफ മനസ്സിലാക്കുകയും തന്റെ നിർബന്ധ കടമയായി കരുതുകയും ചെയ്തു. അവരുടെ മുന്നിൽ उनके ഇതിനെ എതിർക്കുക എന്നത് ഒരു നിർബന്ധ ചുമതലയായി കണക്കാക്കിയിരുന്നു. മുസ്ലിം മൗദ് പറയുന്നു, സ്ത്രീകളുടെ പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന സ്ത്രീകൾ കുടുംബത്തിന്റെ യശസ്സിനെയും അന്തസ്സിനെയും മറ്റ് എല്ലാ കാര്യങ്ങളെയും, सियासियात അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളെയും അതിനേക്കാളെല്ലാം തന്നെ ഈ കാര്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്നവരായിരിക്കും. ആ സമയത്ത് ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം दावा മസീഹ് എന്ന വാദിച്ച കാര്യം അവരുടെ മുന്നിൽ, അതായത് തായിയുടെ മുന്നിൽ അത്ര പ്രാധാന്യമുണ്ടായിരുന്നില്ല. ഏതുപോലെ കുടുംബത്തിന്റെ അന്തസ്സ് ഉണ്ടാക്കുന്നതിന് मुश्किल होती है और मसीह माउद ताई साहिबा से छोटे നൽകിയിരുന്നുവോ? കാരണം വലിയവർക്ക് ചെറിയവരെ ബഹുമാനിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. इस्लाम ने ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം किया था, इसलिए आपका खाना തായി സാഹിബിയേക്കാൾ ഇളയതായിരുന്നു. അദ്ദേഹം, അതായത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സമ്പത്ത് को हज़रत मसीह അതിൽ നിന്ന് യാതൊരു അവകാശവും വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണവും മറ്റും ഇവരുടെ വീട്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്, തായിയുടെ വീട്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സ്വയം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സംരക്ഷകയായി മനസ്സിലാക്കിയിരുന്നു. സ്ത്രീകൾക്ക് ഇത് പ്രത്യേക പ്രകൃതിപരമായി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അവർ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ അവരുടെ ആശ്രിതനായി കണക്കാക്കിയിരുന്നു. എന്നാൽ അദ്ദേഹം അവരിൽ നിന്ന് സ്വത്ത് വാങ്ങിയില്ല, അദ്ദേഹത്തിന്റെ സ്വത്ത് അവരുടെ കൈവശമുണ്ട് എന്ന് ഇവർ ചിന്തിച്ചിരുന്നില്ല. ഇവർ ചിന്തിച്ചത്, अपने एक अरबी शेर में फरमाते हैं ഞാൻ ഭക്ഷണം നൽകുന്നു, ഞാൻ ഭക്ഷണം കഴിപ്പിക്കുന്നു, ചെലവ് വഹിക്കുന്നു. അതുകൊണ്ട് അവർ സ്വയം അദ്ദേഹത്തിന്റെ സംരക്ഷകയും ആശ്രയം നൽകുന്നവരുമായി മനസ്സിലാക്കിയിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം माना था തന്റെ അറബി കവിതയിൽ പറയുന്നു, ലുഫാസാത്തുൽ മുവാഇദി കാന ഉക്ലി വസിർത്തുൽ യൗമ മിത്ആമൽ അഹാലി. അതായത് ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരു കാലമുണ്ടായിരുന്നു ഞാൻ മറ്റുള്ളവരുടെ അപ്പക്കഷ്ണത്തിൽ തൃപ്തിപ്പെട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ അള്ളാഹു ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന തീന്മേശ നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കവിത उसके संभालने का एहसास भी नहीं। ഈ സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. आपके ഹദ്രത്ത് അഖ്ദസിന്റെ സ്വത്ത് പ്രത്യേകമായി ഉണ്ടായിരുന്നില്ല. സഹോദരത്തിന്റെ अंदरी हालात ताई साहिब മേൽനോട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിന് അതിനെ നോക്കി നടത്താനുള്ള കഴിവുണ്ടായിരുന്നില്ല. बाद में मान लिया था तो അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ और मजहबी पहलू से പിതാവും പറയാറുണ്ടായിരുന്നു, ഇവന് സ്വത്ത് നോക്കി നടത്താൻ സാധിക്കുകയില്ല. बैकग्राउंड जो बयान हुई है തായി സാഹിബും ആന്തരിക അവസ്ഥയിൽ വിശ്വാസിയാകുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. अपने आप को मालिक समझती थी, ഇവർ പിന്നീട് വിശ്വസിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. नौकर समझती थी। ഇവർ പിന്നീട് വിശ്വാസിയായി അംഗീകരിക്കുകയുണ്ടായി.
അത് മുസ്ലിം മൗദ് പറയുന്നു, തെളിവിന്റെയോ മതപരമായ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല, മറിച്ച് കുടുംബപരമായിട്ടായിരുന്നു ഈ കാര്യങ്ങൾ वो कभी गवारा ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ അവസ്ഥ ഉടമയും അടിമയും തമ്മിലുള്ളതായിരുന്നു. करने में कामयाब हो जाए। തായി തന്നെ ഉടമയായി കാണുകയും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ നൗദുബില്ല വേലക്കാരനായി മനസ്സിലാക്കി ചെയ്തു. मुखालिफ थी അവർ അദ്ദേഹത്തെ ദരിദ്രനായി കണക്കാക്കിയിരുന്നു. ജോലികളൊന്നും ചെയ്യുന്നില്ല, इस्लाम की मुखालिफ അവരുടെ അപ്പക്കഷ്ണം കൊണ്ട് ജീവിക്കുന്നു. ഈ കാര്യങ്ങൾ കൊണ്ട് അവർ തന്റെ സഹോദരി പുത്രിയെ വിവാഹം കഴിക്കുന്നതിൽ ഇദ്ദേഹം വിജയിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അവർ കുടുംബത്തിൽ മുതിർന്ന ആളായിരുന്നു. कि वालदा साहब അതുകൊണ്ട് പ്രത്യേക നിലയിൽ എതിർപ്പ് കാണിച്ചു. हज़रत अम्मा जान रज़ियल्लाहु अन्हा कि हज़रत साहब के ननिहाल में एक बड़ी उम्र की औरत थी, वो बैंड ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് എതിർപ്പ് വളരെ അധികമായിരുന്നു. ബന്ധുക്കൾ അദ്ദേഹത്തെ കാണുന്നത് ഉപേക്ഷിച്ചിരുന്നു. हज़रत मसीह मौद अलैहिस्सलाम को അവിടുന്നും അവരെ കണ്ടിരുന്നില്ല. കുടുംബാംഗങ്ങളുടെ എതിർപ്പിന്റെ സ്ഥിതി എത്രമായിരുന്നുവെന്നാൽ മാതാവ് ഹദ്റത്ത് അമ്മാജാൻ പറയാറുണ്ടായിരുന്നു, ഹദ്റത്ത് സാഹിബിന്റെ മാതൃകുടുംബത്തിൽ ഒരു മുതിർന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ചിറാഗ് ബീവിയുടെ മകനെ കാണാൻ ഞങ്ങളെ ആരും അനുവദിക്കുന്നില്ല എന്നവർ പരാതി പറയാറുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കള്ളനെയും കൊള്ളക്കാരനെയും പോലെ അവർ മാറ്റി നിർത്തി. അവർ അദ്ദേഹത്തെ കുടുംബ മഹിമയ്ക്ക് കോട്ടമുണ്ടാക്കുന്നവനായി മനസ്സിലാക്കി. कि ताई आई ഈ അവസ്ഥയിൽ തായി അഹമ്മദി ആയി തീരുക എന്നത് പ്രത്യക്ഷത്തിൽ അസാധ്യമായ കാര്യമായിരുന്നു. आवेश थी മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുന്നതാണ്. कि आप उस वक्त बैत करेंगी जिस वक्त बैत लेने वाले से उनका ताल्लुक ताई का होगा। अगर उन्होंने हज़रत मसीह मौद अलैहिस्सलाम की बैत करनी होती എന്നാൽ അവസ്ഥ എന്തായിരുന്നു വിവരിക്കുന്നതെന്ന് നോക്കേണ്ടതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഇൽഹാമുണ്ടാകുന്നു. തായി വന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് ഇൽഹാം ആണ് തായി വന്നു എന്നത്. തായി സായിബ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അവരിൽ നിന്ന് ബയ്യത്ത് വാങ്ങുന്ന അവസരത്തിൽ ബയ്യത്ത് വാങ്ങുന്ന ആളുമായി ഇവരുടെ ബന്ധം പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എന്ന നിലയിലായിരിക്കും. तो उसके हाथ पर बैत करेंगी, क्योंकि अगर आपकी औलाद അവർക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കൈവശം ബയ്യത്ത് ചെയ്യണമെന്നായിരുന്നുവെങ്കിൽ ഇൽഹാമിലെ വാക്കുകൾ ജ്യേഷ്ഠന്റെ ഭാര്യ വന്നു എന്ന് ആകുമായിരുന്നു. കാരണം അവർ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായിരുന്നു. ഹദ്റത്ത് ഖലീഫ അവലിന്റെ കാലത്ത് ബയ്യത്ത് ചെയ്യണം എന്നായിരുന്നുവെങ്കിൽ മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീ വന്നു എന്നാകുമായിരുന്നു. അതുകൊണ്ട് തായി എന്ന പദം വ്യക്തമാക്കുന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ അദ്ദേഹത്തിന്റെ ഖലീഫയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇവർ ബയ്യത്ത് ചെയ്യുന്നതായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ മക്കളിൽ ആര് തന്നെ ഖലീഫ ആകില്ല എങ്കിൽ തായി എന്ന പദം പാഴായി പോകുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ ഇൽഹാമിൽ യഥാർത്ഥത്തിൽ 3 പ്രവചനങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽ നിന്ന് ഖലീഫ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തേത് ആ സമയത്ത് തായി സാഹിബ ജമാഅത്തിൽ അംഗമാകും. 3 തായി സാഹിബിയുടെ പ്രായത്തെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. किसी जवान के അക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രായം ഏകദേശം 70 അടുത്തായിരുന്നു. ताई फौत हुई അപ്പോൾ തന്നേക്കാൾ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നു. അവർ ജീവിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് ഖലീഫയാകുന്ന ആളിൽ ഇവർ ബയ്യത്ത് ചെയ്യുന്നതാണ്. ഇത്ര നീണ്ട ആയുസ് ലഭിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് ഏതെങ്കിലും ഒരു യുവാവിനെ സംബന്ധിച്ച് അവർ ഇന്ന സമയം വരെ ജീവിച്ചിരിക്കൂ എന്ന് പറയാൻ സാധിക്കില്ല. തായി വഫാത്തായത് ഏകദേശം 1927 അപ്പോൾ ഒരു വൃദ്ധയെക്കുറിച്ച് നീണ്ട ആയുസ് ലഭിക്കുമെന്ന് പറയുക വളരെ വലിയ അടയാളമാണ്. അവർ ബയ്യത്ത് ചെയ്തതും എന്റെ കാലത്ത് ചെയ്തതും അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് ഖലീഫ ഉണ്ടായതും ഇങ്ങനെ നിരവധി പ്രവചനങ്ങളാണ് വെറും 2 വാക്കുകളിൽ വെളിപ്പെടുന്നത്. പിന്നീട് അവിടുന്ന് പറയുന്നു, है कि ताई साहिबा ने बैत में തായി അഹമ്മദി ആയതിനു ശേഷം വസിയത്ത് ചെയ്തു. അതിന്റെ സാഹചര്യവും വളരെ അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു രീതിയിലുള്ള ആചാരങ്ങളും വികാരങ്ങളുമാണ് പഴയ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് തായി സാഹിബ ബയ്യത്തിന് ശേഷം ഉണ്ടാക്കിയ മഹത്വപൂർണമായ പരിവർത്തനമാണ് വസിയത്തിലൂടെ നിർവഹിച്ചത്. അതായത് കേവലം ബയ്യത്തിൽ മാത്രമല്ല, മറിച്ച് വസിയത്തിൽ കൂടി അംഗമായി. क्योंकि ये एक हद तक है ആദ്യം ഇവർ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കുടുംബ മക്ബറയ്ക്ക് പകരമായി മറ്റൊരു സ്ഥലത്ത് മറവ് ചെയ്യുക എന്നത് വളരെയധികം എതിർത്തിരുന്നു. ആ സമയത്ത് അവർ ദൂതനെ അയച്ചുകൊണ്ട് में दफन हुई। एक समझदार इंसान के लिए ये बहुत बड़ा निशान है। जाहिर में तो ये मामूली बात है जो एक शख्स के അദ്ദേഹത്തെ കുടുംബ മക്ബറയിൽ ताकत के सबूत പകരമായി മറ്റൊരു സ്ഥലത്ത് बावजूद मुखालिफ മറവ് ചെയ്യുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. കാരണം ഇത് അപമാനമാണ്. പിന്നീട് ഒരുപാട് വർഷക്കാലം ഈ എതിർപ്പിൽ തുടർന്നു. എന്നാൽ പിന്നീട് അവസ്ഥ സ്വയം വസിയത്ത് ചെയ്ത് ബെഹിഷ്തി മക്ബറയിൽ ഇവർ മറയപ്പെടുകയാണ് ചെയ്തത്. കാര്യം മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഇത് വളരെ വലിയൊരു അടയാളമാണ്. പ്രത്യക്ഷത്തിൽ ഇതൊരു നിസ്സാരമായ കാര്യമാണ്. അതും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ ഇതിൽ
സത്യസാക്ഷ്യത്തിന്റെ നിരവധി വശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് നിരവധി എതിർപ്പുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ കുടുംബ മക്ബറയിൽ അടക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ പിന്നീട് വസിയത്ത് ചെയ്ത് അവരും ബഹിഷ്തി മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ടു. പിന്നീട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ദില്ലി യാത്രയെ വിവരിച്ചുകൊണ്ട് മുസ്ലിം മൗദൂദ് ഒരു സ്ഥലത്ത് പറയുന്നു, മനുഷ്യ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അയാൾ ദൈവീയ കാര്യങ്ങളിൽ അതിന്റെ ഫലം ഉണ്ടാവുകയില്ല എന്ന് ഒരിക്കലും അനുമാനിക്കുകയില്ല. അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ അള്ളാഹു അതിന് ഉത്തമ ഫലം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പറയുന്നു, ഞാൻ ആ അവസരത്തിൽ, അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ദില്ലിയിൽ വന്നപ്പോൾ വളരെ ചെറുതായിരുന്നു. അദ്ദേഹം ദില്ലി ജമാഅത്തിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വളരെ ചെറിയ കുട്ടിയായിരുന്നു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ദില്ലിയിൽ വന്നപ്പോൾ. അദ്ദേഹം ഇവിടെയും മൗലവിമാരുടെ മക്ബറയിൽ പോയി ഒരുപാട് നേരം ദീർഘമായ ദുആ ചെയ്തു. ഈ ഔലിയാക്കളുടെ ആത്മാക്കൾക്ക് ആവേശമുണ്ടാകുന്നതിന് വേണ്ടിയും ഇവരുടെ പരമ്പര ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹിദായത്തിന് വേണ്ടി അയച്ച ആ പ്രകാശത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും വേണ്ടി ഞാൻ ദുആ ചെയ്തതാണ്. പറഞ്ഞു, തീർച്ചയായും ഒരു ദിവസം വരും അള്ളാഹു ഇവരുടെ ഹൃദയങ്ങളെ തുറക്കുന്നതാണ്, അവർ സത്യത്തെ സ്വീകരിക്കുന്നതാണ്. പറയുന്നു, ഞാൻ ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളുടെ പ്രഭാവം എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ വരെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇവിടുത്തുള്ള ജമാഅത്തും തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നല്ല ഫലം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും ഒരു ദിവസം വരും, ഏതൊരു കാര്യമാണ് അള്ളാഹു സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ദില്ലി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നും ദില്ലി ജമാഅത്തിൽ നിർബന്ധമായും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദേശത്തെ എല്ലായിടത്തും എത്തിക്കേണ്ടതാണ്. മാഷാ അല്ലാഹ്, എക്സിബിഷൻ പോലുള്ള കാര്യങ്ങളിലൂടെ വളരെ വേഗത തബ്ലീഗിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സന്ദേശം എത്തിക്കേണ്ടതും വളരെ നിർബന്ധമാണ്. ഈ എല്ലാ വസ്തുതകളിൽ വെച്ച് ഏറ്റവും പ്രധാന കാര്യം അത് ദുആയാണ്. ഈ ഭാഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നീട് ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരു ദിവ്യ ദർശനത്തിൽ കാണുന്നു, ഒരു വലിയ തോടുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മേൽ ചെമ്മരിയാടുകൾ കിടത്തിയിരിക്കുന്നു. ഓരോ ആടിന്റെയും തലഭാഗത്ത് അറവുകാരൻ കത്തിയുമായി നിൽക്കുന്നു. അവരുടെ ദൃഷ്ടി ആകാശത്തിലേക്കാണ്. ഏതോ ഒരു കൽപ്പനയ്ക്കായി കാത്തു നിൽക്കുകയാണ്. മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ഞാൻ ആ സമയത്ത് അവിടെ ഉലാത്തുകയാണ്. അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, കുൽമാ യഅബിബുക്കും റബ്ബി ലൗലാ ദുആഉക്കും. അവർ ആ സമയം തന്നെ കത്തിച്ചലിപ്പിച്ചു. ആ ആടുകൾ പിടഞ്ഞപ്പോൾ ആ കത്തിച്ചലിപ്പിച്ചവർ പറഞ്ഞു, നിങ്ങൾ അന്നം ഭക്ഷിക്കുന്ന ആടുകൾ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ദിവസങ്ങളിൽ 70,000 ആളുകൾ കോളറ മൂലം മരണപ്പെടുകയുണ്ടായി. ഇനി ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവർക്ക് എന്തു വില നൽകാനാണ്? അവന്റെ ജോലി തടസ്സപ്പെടുകയില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് മസീഹ് നാസിരിക്ക് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്ത്യാനികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകിയത്. എന്നാൽ നമ്മുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഹദ്റത്ത് മസീഹ് നാസിരിയുടെ കാലത്തേക്കാൾ വളരെ മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് അഹമ്മദിയത്തിന് പുരോഗതി ഉണ്ടാവുന്നതാണ്. പാകിസ്ഥാനിലെ മൗലവിമാരോ വല്ല മതനേതാവോ ഭൗതിക ശക്തിയോ ആരായാലും അള്ളാഹുവിന്റെ മുന്നിൽ അവർക്ക് യാതൊരു വിലയുമില്ല. അവർ ആടുമാട് കണക്കാണ്. ഈ ആളുകൾ ഒരിക്കലും അഹമ്മദിയത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതല്ല. എന്നാൽ ഇതിനായി നാം മുബല്ലിഗുമാരിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അവർ തബ്ലീഗ് ചെയ്യട്ടെ, അഹമ്മദിയത്ത് പ്രചരിപ്പിക്കട്ടെ എന്ന് കരുതാൻ പാടില്ല. ഈ പുരോഗതിയിൽ പങ്കാളികളാകണമെങ്കിൽ നമുക്ക് അങ്ങനെ ആയിത്തീരേണ്ടതുമാണ്. നമുക്ക് ദുആയിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തങ്ങളുടെ ആത്മീയതയെ ഉയർത്തേണ്ടതാണ്. അള്ളാഹുമായ ബന്ധത്തെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യമാണ് അഹമ്മദിയത്തിനോടുള്ള എതിർപ്പിനെ ഇല്ലായ്മ ചെയ്യുന്നത്, അതുപോലെ അഹമ്മദിയത്തിന്റെ പുരോഗതിയിൽ പങ്കാളിയാക്കുകയും ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ഈ സ്ഥാനം നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബും ഞാൻ നിർവഹിക്കുന്നതാണ്. അത് ബഹുമാന സുഫ്നി സഫർ അഹമ്മദ് സാഹിബ് ഇന്തോനേഷ്യയിലെ മുബല്ലിഗിന്റേതാണ്. നവംബർ 8-ന്
ഹൃദയാഘാതം മൂലം അദ്ദേഹത്തിന് വഫാത്ത് സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. 1945 ആഗസ്റ്റ് 12 പഠാൻ സമാട്രയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സൈനി ദൈലാൻ സാഹിബ് 1937 ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ കരങ്ങളിൽ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം 2 യുവാക്കളോടൊപ്പം ചേർന്ന് സമാട്ര, ജാവ എന്നീ സ്ഥലങ്ങളിൽ ജമാഅത്തിന്റെ തബ്ലീഗ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അത്തരത്തിൽ അദ്ദേഹം ഇന്തോനേഷ്യയിലെ ആദ്യകാല മുബല്ലിഗീങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. സൈനി ദലാൻ സാഹിബിന് 3 മക്കളുണ്ടായിരുന്നു. അതിൽ സുഫ്നി സഫർ സാഹിബിനെ വഖഫ് ചെയ്ത് ശേഷം അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിനായി ജാമിയ അഹമ്മദിയ റബോയിലേക്ക് അയച്ചു. സുഫ്നി സാഹിബ് 1963 ജൂലൈ 17 റബോയിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 11 വർഷം റബോയിൽ താമസിച്ചു. ജാമിയ അഹമ്മദിയയിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. 1974 പഠനം പൂർത്തിയാക്കി ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആദ്യ നിയമനം കലിമന്താൻ ഇന്തോനേഷ്യയിലായിരുന്നു. അതിനുശേഷം വെസ്റ്റ് ജാവയിൽ റീജിയണൽ മുബല്ലിഗ്, റീജിയണൽ അമീർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ഈസ്റ്റ് ജാവ, റുബുവ എന്നിവിടങ്ങളിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 1985 മുതൽ 1987 വരെ ജാവിയിൽ, 87 മുതൽ 91 വരെ ദക്ഷിണ സമാട്രയിൽ റീജിയണൽ മുബല്ലിഗ് എന്ന നിലയിലും സേവനം നൽകിക്കൊണ്ടിരുന്നു. 91 മുതൽ 97 വരെ ജാമിയ അഹമ്മദിയ ഇന്തോനേഷ്യയിലെ ഫിഖയുടെ അധ്യാപകൻ എന്ന നിലയിൽ സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ആ സമയത്ത് ഇൻചാർജ് തർബിയത്ത് നൗമുബായി എന്ന നിലയിലും നിയമിക്കപ്പെട്ടു. 1997 മുതൽ 2001 വരെ ലാംസോബിയിൽ റീജിയണൽ മുബല്ലിഗായി നിയമിച്ചു. അദ്ദേഹത്തിലൂടെ ഇന്തോനേഷ്യയിൽ വിവിധ സ്ഥലങ്ങളിൽ നിരവധി ജമാഅത്തുകൾ സ്ഥാപിച്ചു. കുറച്ച് പള്ളികളും മിഷൻ ഹൌസുകളും സ്ഥാപിക്കുകയുണ്ടായി, പണികഴിപ്പിക്കുകയുണ്ടായി. ഇന്തോനേഷ്യൻ ഭാഷയിൽ താഴെ പറയുന്ന 4 ഗ്രന്ഥങ്ങൾ എഴുതാൻ തൗഫീക്ക് ലഭിച്ചു. സക്കാത്തിന്റെ ഫിലോസഫി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം, ജനാസ, ഇസ്ലാമിൽ ജിഹാദിന്റെ വിവക്ഷ, ഈ 4 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. 2001 അദ്ദേഹം റിട്ടയർഡായി. കുറച്ചുകാലം പ്രയാസങ്ങളുണ്ടായിരുന്നു. ഖിലാഫത്തിനോട് സമ്പൂർണ്ണ കൂറും സ്നേഹവുമായിരുന്നു. അഗാധമായ അനുസരണത്തിന്റെ ബന്ധമായിരുന്നു. സ്വാത്വികനും ദീനീ സേവകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ സപ്ത കുടുംബത്തിൽ ഭാര്യ കൂടാതെ 1 മകളും 2 ആൺമക്കളുമാണുള്ളത്. അള്ളാഹു ഇവരെ എല്ലാവരെയും അഹമ്മദിയത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. പിതാവിനെ പോലെ നന്മയിൽ മുന്നേറാനും കൂറ് പ്രകടിപ്പിക്കുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രവർത്തന നിരതരായ അഹമ്മദികളാക്കി തീർക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.